ഇന്ന് കേരളം കാത്തിരിക്കുന്ന ഒരു വിധിയുണ്ട്. അത് ചെന്താമര എന്ന് പറയുന്ന ഒരു കൊടും ക്രിമിനലിനെ സംബന്ധിച്ചുള്ള വിധിയാണ്. അയാൾ ഇതിനകം 3 പേരെ അങ്ങ് കൊലപ്പെടുത്തി. 3 പേരെ കൊലപ്പെടുത്തി എന്ന് പറയുന്നത് എൻ്റെ കാരണം വെറും ബാലിശമായ ഒരു കാരണത്തിനാണ്. അയാളുടെ അയൽവാസികളെയാണ് ഈ കൊന്നേക്കുന്നത്. ആദ്യം കൊലപ്പെടുത്തിയത് സജിത എന്ന് പറയുന്ന ഒരു യുവതിയാണ്. അവർക്ക് 2 മക്കളുണ്ട്, അഖിലയും അതുല്യയും. അപ്പോൾ അത് അവരുടെ ഭർത്താവ് സുധാകരനായിരുന്നു. ഇതിൻ്റെ കാരണം എന്ന് പറയുന്നത്, അയാൾ പറയുന്ന കാരണം അയാളുടെ ഭാര്യയെ അയാളുമായിട്ട് വഴക്കായി. അത് ഇവൻ വഴക്കാളിയാണ്, ക്രിമിനലാണ്, ഒരു മുരട്ട് സ്വഭാവമാണ്, ഇവൻ്റെ കൂടെ ആർക്കും ജീവിക്കാൻ ഒക്കത്തില്ല. അങ്ങനെ അയാളിൽ നിന്നും അയാളുടെ ഭാര്യ ഒഴിഞ്ഞു എന്നുള്ള ഒരൊറ്റ കാരണം, അതിൻ്റെ കാരണക്കാരി ഈ സജിതയാണെന്നാണ് ഇയാളങ്ങ് പറയുന്നത്. അതേതോ ഒരു മന്ത്രവാദി പറഞ്ഞു കൊടുത്തോലോ അവൻ്റെ അടുത്ത് ഇത് സജിതയാണെന്ന്. ഈ മന്ത്രവാദികൾ ചെയ്യുന്ന ഉപദ്രവം ഒന്ന് നോക്കിക്കോളൂ. എത്ര പേരെയാണ് കൊലപ്പെടുത്തിയതും ആ ഒരു കുടുംബത്തിനെ മുഴുവൻ നശിപ്പിച്ചതും ആ നാട്ടുകാർക്ക് മുഴുവൻ അസ്വസ്ഥത ഉണ്ടാക്കുന്നതും. അപ്പോൾ ഇത് ഇവിടെ സംഭവിച്ചത്, ആദ്യം ഒരു ദിവസം ഈ സജിതയെ വീട്ടിൽ കയറി അടുക്കളയിൽ കൂടാണ് കയറി ചെന്ന് അവർ പാചകം ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ അവരെ അങ്ങ് വെട്ടിക്കൊന്നു, വെട്ടുകത്തിയുണ്ട് വെട്ടിക്കൊന്നു. അതിനുശേഷം അതോടുകൂടി അയാളെ ആ കേസിൽ അയാൾ പ്രതിയായി. കേസിൽ പ്രതിയായി കഴിഞ്ഞ് അയാൾക്ക് ശിക്ഷയും കൊടുത്തു. അയാൾക്ക് അത് വധശിക്ഷ കൊടുത്തില്ല. കാരണം ഒരു കൊലപാതകമേ ഉള്ളതാനും വേറെ ഒന്നും ക്രിമിനൽ ആൻറ്റിസിഡൻസ് ഒന്നും കണ്ടില്ല. അതുകൊണ്ടായിരിക്കാം അയാൾക്ക് ജീവപര്യന്തം തടവ് ശിക്ഷ കൊടുത്തു. ആ ശിക്ഷ അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവന് പരോൾ അനുവദിച്ചു. ഏതാണ്ട് 1.5 വർഷം മുമ്പ് പരോൾ അനുവദിച്ചപ്പോൾ അവനിങ്ങ് വെളിയിലിറങ്ങി. അതിൻ്റെ പരോൾ അനുവദിച്ച് വന്നതിൻ്റെ പിറ്റേ ദിവസം നേരെ ഈ സുധാകരൻ വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങിയതാണ്. ആ റോഡിൻ്റെ വശത്ത് വെച്ച് തന്നെ അങ്ങ് വെട്ടുകത്തി കൊണ്ട് തലങ്ങും ബലങ്ങും വെട്ടിക്കൊന്നു. സുധാകരൻ്റെ നിലവിളി കേട്ടിട്ട് സുധാകരൻ്റെ അമ്മ വൃദ്ധയായ ലക്ഷ്മി അവർ ഓടി വന്നപ്പോൾ അവരെയും വിട്ടില്ല. അവരെയും ഇവനെ ഇതേപോലെ വെട്ടുകത്തി വെച്ച് ശരിക്ക് വെട്ടി അങ്ങ് കൊലപ്പെടുത്തിയതിന് ശേഷം ഇവനെ ഈ വെട്ടുകത്തിയും ആയിട്ട് ഇവനെ ഇതും കൊണ്ട് ഓടി നേരെ ഒരു വഴിയിലൂടെ അങ്ങ് കാട് പോലുള്ള ഒരു ഭാഗത്തോട് ഓടി ഒരു വയലിൽ ഇറങ്ങി. ആ വയലിൻ്റെ വരമ്പിലൂടെ ഓടിയെന്ന് അപ്പുറത്ത് ഒരു കാടുണ്ട്, ഭാഗമുണ്ട്, ഒരു മല. ആ മലയിൽ കയറി അവിടെ ഒരു ഗുഹയിൽ 2 ദിവസം ഇവൻ ഒളിച്ചിരുന്നു കഴിഞ്ഞപ്പോൾ ഇവന് എപ്പോഴും പോലീസുകാർക്കറിയാം. ഇവനെ അന്വേഷിച്ചപ്പോൾ ഇത് കണ്ട ആളുകളുണ്ട്, ഈ കൊലപാതകം കണ്ടുകൊണ്ട് നിൽക്കുന്ന ആളുകളുണ്ട്. എല്ലാവർക്കും ഇവനെ പേടിയാണ്, ആ നാട്ടുകാർക്കെല്ലാം. അങ്ങനെ ഇവനെ ആ ഗുഹയിൽ ഒളിച്ചിരുന്നു. അപ്പം പോലീസുകാർക്കറിയാം. ഇവനെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ ഇവന് ഭയങ്കര വിശപ്പുള്ളവനാണ്. ഇവന് വിശപ്പ് സഹിക്കാൻ ഒക്കത്തില്ല. ഇവൻ ആഹാരം കഴിച്ചേ പറ്റൂ. അവന് പട്ടിണി കിടന്നുള്ള ശീലമൊന്നുമില്ല. അവന് ആഹാരം കഴിക്കണം. അത് കാരണം അവൻ എങ്ങനായാലും അങ്ങ് വെളി വരുമെന്നായി. 2 ദിവസം ആ ഗുഹയിൽ അവൻ ഒളിച്ചിരുന്നു. അത് കഴിഞ്ഞ് അവൻ ഇറങ്ങിയപ്പോൾ അവനെ പോലീസും നാട്ടുകാരും കൂടെ ചേർന്നാണ് ഓടിച്ചിട്ട് പിടിച്ചത്. അങ്ങനെ പിടികൂടി അന്ന് മുതൽ കസ്റ്റഡിയിലാണ്. അപ്പോൾ ഇവൻ അനാഥമാക്കിയ 2 പെൺകുഞ്ഞുങ്ങളാണ്, ചെറിയ കുട്ടികൾ. അവർ അതുല്യ, അതുപോലെ തന്നെ അഖില. ഈ പെൺകുട്ടികൾ വലിയ ഭയപ്പാടിലാണ്. കാരണം ഇവൻ പറയുന്നത് കൊല്ലും എന്നാണ്. ആ കുട്ടികളെ കണ്ടപ്പോഴും കോടതി വളപ്പിൽ വെച്ച് ഇവൻ പറയുന്നത്, ഈ കേസിൻ്റെ സമയത്ത് അവൻ കൊല്ലും എന്നാണ്. കാരണം ഇവന് ഭ്രാന്തൊന്നുമില്ല, ഇവൻ മാനസിക രോഗിയല്ല. പക്ഷേ അവൻ്റെ വിശ്വാസം അവൻ്റെ ഭാര്യ പോയതിൻ്റെ കാരണം സജിതയാണ്. അപ്പോൾ അതുകൊണ്ട് സജിതയെ കൊല്ലുന്നു. സജിത ഇനിയിപ്പോൾ സജിതയുടെ ഭർത്താവ് സുധാകരനെ കൊല്ലുന്നു. പിന്നെ സുധാകരൻ്റെ അമ്മ ലക്ഷ്മിയെ കൊല്ലുന്നു.
ഇനി ഈ കുഞ്ഞുങ്ങളെയും കൂടെ അവൻ കൊല്ലും അവനെ ഇറക്കി വിട്ടാൽ. അപ്പം ഇവന് പരോൾ അനുവദിച്ചതാണ്. ഇപ്പം നമ്മൾ കണ്ടില്ലേ, ഈ പരോളിൻ്റെ ദൂഷ്യം കൂടെ നമ്മൾ കാണുന്നുണ്ടല്ലോ. ഇവൻ ആ കൊലക്കേസിൽ പരോൾ അനുവദിച്ചു വന്ന, യഥാർത്ഥത്തിൽ അവന് പരോൾ അനുവദിക്കാതിരിക്കാൻ കാര്യമൊന്നുമില്ല. എന്നാലും അവിടെ ആളുകൾക്ക് ഭയമുണ്ടായിരുന്നു. ഈ സജിത കൊലക്കേസിൽ അതിൽ സാക്ഷി പറഞ്ഞത് അടുത്തുള്ള പുഷ്പ എന്ന് പറയുന്ന ഒരു സ്ത്രീയാണ്. ഇവനെ പരസ്യമായിട്ട് പറഞ്ഞു ഇനി അടുത്തത് അവളെയാണ് കൊല്ലുന്നത് എന്നാണ് അവൻ പറയുന്നത്, പുഷ്പ. അപ്പോൾ ആ സഹോദരി ഭയന്ന് കഴിയുകയാണ്. അപ്പോൾ ഈ കേസിൽ പുഷ്പ ഈ കേസിലും സാക്ഷിയാണ്, കണ്ടുകൊണ്ട് നിന്ന. അവർ ധൈര്യപൂർവ്വം സാക്ഷി പറഞ്ഞു. 4 പേര് കൂറുമാറി. ഇവൻ്റെ ബന്ധുക്കളും ഉണ്ടതിനകത്ത്. കൂറുമാറിയത് യഥാർത്ഥത്തിൽ ഭയന്നാണ് എന്നെല്ലാവരും പറയുന്നു. കാരണം ഇവൻ ഇറങ്ങി വന്നും എങ്ങനെയായാലും നമ്മുടെ നിയമവ്യവസ്ഥയല്ലേ, ഇവനെയൊക്കെ നന്നാക്കാമെന്നുള്ള ധാരണയുണ്ട് നമ്മുടെ നിയമത്തിന് പലപ്പോഴും. അങ്ങനെ ഇവനെ ഇറക്കി വിടും. ഇവൻ പരോളിലിറങ്ങുമോ എങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ പോക്കാണ് അവരുടെ കാര്യം എന്ന് ഭയന്നാണ് അവർ 4 പേര് കൂറുമാറിയിട്ടുണ്ട്. ബാക്കി ആളുകളൊക്കെ മൊഴി പറഞ്ഞു. പുഷ്പ മൊഴി പറഞ്ഞു കേട്ടോ, ധൈര്യസമേതം പോയി. പക്ഷേ പുഷ്പയുടെ വീട് ഇപ്പോൾ കാട് കയറി കിടക്കുകയാണ്, അടഞ്ഞ്. പുഷ്പ ഭയന്ന് അവിടുന്ന് നാട് വിട്ടിരിക്കുകയാണ്. എവിടാണെന്ന് അറിയാൻ വയ്യാത്ത ഒരു സ്ഥലത്ത് അവർ മാറി താമസിക്കുകയാണ് ഒടുവിൽ. നോക്കിക്കോണം നമ്മുടെ. അപ്പോൾ യഥാർത്ഥത്തിൽ ഇവൻ ഈ പരോളിൻ്റെ സമയത്ത് തന്നെ ഇങ്ങനെയുള്ള കുറ്റവാളികളെയൊക്കെ ശ്രദ്ധിക്കേണ്ടതായിരുന്നു. അതിനിപ്പോട്ടെ പറഞ്ഞുകൊണ്ട് കാര്യമില്ല. ഈ കൊലപാതകം, അതായത് ഈ കുഞ്ഞുങ്ങൾ അനാഥരായതിന് യഥാർത്ഥത്തിൽ നമ്മുടെ സർക്കാരിന് ബാധ്യതയില്ലേ? പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോൾ ശ്രീ രമേശ് ചെന്നിത്തല ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ആ വീട്ടിൽ ചെന്ന് ഒരു വാക്ക് കൊടുത്തിട്ടുണ്ട്. അതിലൊരാൾക്ക് ജോലി കൊടുക്കാം, സർക്കാർ ജോലി കൊടുക്കാം, എങ്ങനെയെങ്കിലും ശരിയാക്കി കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ശ്രീ രമേശ് ചെന്നിത്തല അധികാരത്തിലാണ്. അദ്ദേഹം ആ വാക്ക് പാലിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഏതായാലും ഈ കുഞ്ഞുങ്ങളും ആ വിശ്വാസത്തിലാണ് കഴിയുന്നത്. ഇപ്പോൾ ഈ സജിതയുടെ സഹോദരിയുടെ വീട്ടിലാണ് ഈ കുഞ്ഞുങ്ങൾ കഴിയുന്നത്. എന്തൊക്കെ പറഞ്ഞാലും ശരി, ഒന്ന് ആലോചിച്ച് നോക്കിയുള്ളൂ. അനാഥരായ 2 കുഞ്ഞുങ്ങൾ, പെൺകുട്ടികൾ, ഇവരുടെ ബാധ്യത ഏറ്റെടുക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള ഒരു കാര്യമല്ല. അപ്പോൾ അത് അവർ ആ സജിതയുടെ സഹോദരി ആയതുകൊണ്ട് അവർ ഏറ്റെടുത്തേക്കുന്നു. പക്ഷെ അവർക്ക് എന്നും കൊണ്ടു നടക്കാൻ പറ്റുമോ? അവരും ഇപ്പോൾ പറയുന്നത് ഇത് ഇവർക്കൊരു ജോലി കിട്ടിയിരുന്നെങ്കിൽ കുഴപ്പമില്ല, കാരണം അവർക്ക് വരുമാനം ഉണ്ടായി കഴിഞ്ഞാൽ ആ കുഞ്ഞുങ്ങൾക്ക് ജീവിച്ചു പോകാം. അപ്പോൾ ആ കുട്ടികൾ ഇതല്ല ഭയചകിതരായിട്ട് കഴിയുക. ഇവനെ ഇറക്കി വിട്ട് കഴിഞ്ഞാൽ ഇവനെ യഥാർത്ഥത്തിൽ വധശിക്ഷയ്ക്ക് വിധിച്ചില്ലെങ്കിൽ പോക്കാണെന്നാണ് അവർ പറയുന്നത്. കാരണം ഇവനെ എങ്ങനെയായാലും കുറേ നാൾ കഴിയുമ്പോൾ അവന് പരോള് കിട്ടും. അവൻ ജീവപര്യന്തമാണെങ്കിൽ പരോള് കിട്ടും. ഇവൻ ഇറങ്ങി വന്നാൽ ഈ കുഞ്ഞുങ്ങളെ കൊല്ലും, ഉറപ്പാണ്. മാത്രമല്ല അവൻ തേടിപ്പിടിച്ചു പോയി ഈ പുഷ്പ എന്ന് പറയുന്ന സ്ത്രീയെ അവൻ കൊലപ്പെടുത്തും. ഇവൻ്റെ മാനസിക നിലവാരം ആ രീതിയിലാണ് ട്യൂൺ ചെയ്ത് വെച്ചേക്കുന്നത്. അതുകൊണ്ട് ഏതായാലും എൻ്റെ തെളിവ് എനിക്കറിഞ്ഞൂടാ എന്തുമാത്രം ഉണ്ടായെന്ന്. തെളിവുണ്ടെങ്കിൽ അവനെ കുറ്റക്കാരനാണെന്ന് കാണണം. കുറ്റക്കാരനാണെന്ന് കേട്ട് കഴിഞ്ഞാൽ എന്തായാലും ഒരു നാളെയോ മറ്റന്നാളോ അതുപോലെ ഉള്ള ഏതെങ്കിലും ദിവസങ്ങളിൽ അതിൻ്റെ വാദം കേൾക്കും ശിക്ഷയെക്കുറിച്ച്. എന്നിട്ട് ഈ കുറ്റവാളിക്ക് എന്ത് കൊടുക്കണം എന്ന് കോടതി തീരുമാനിച്ചോട്ടെ. അത് കാരണം ഞാൻ പറയുന്നില്ല. പക്ഷേ ഒന്നുണ്ട്, സമൂഹത്തിൽ നിന്ന് ഇതുപോലുള്ളവനെ നീക്കം ചെയ്തില്ലെങ്കിൽ സമൂഹത്തിന് ഒരു സ്വസ്ഥതയില്ലാതെ പോകും. അത്രയേ ഉള്ളൂ. ആ കുഞ്ഞുങ്ങൾക്ക് ജീവിച്ചിരിക്കണം. ഇവനെ ആര് നോക്കണം, ഇവനെ എന്തിനു നോക്കണം തീരുമാനിക്കണം.